ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ലൗട്ടർബ്രൂണനിൽ നിന്നും മൊറൈനിലേക്കുള്ള കേബിൾ കാർ യാത്രയാണ്. ഇവിടുത്തെ കേബിൾ കാർ എന്ന് പറഞ്ഞാൽ ഫർണിക്കുലർ പോലത്തെ ഒരു പെട്ടി പോലത്തെ ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്നത് കേബിൾ കാർ യാത്ര ആരോയുടെ പ്രദേശമാണ്. അതിന് ശേഷമുള്ള ആരോയുടെ സ്ഥലത്ത് നമ്മൾ ഈ മൗണ്ടൻ ട്രെയിനാണ്. ഈ മൗണ്ടൻ ട്രെയിനിലും കേബിൾ കാറിലും നമ്മുടെ സ്വിസ് പാസ് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊന്നും ഇത് രണ്ടിനും നമുക്ക് പൈസ കൊടുക്കേണ്ടി വന്നില്ല, സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല. നമ്മുടെ സ്വിസ് പാസിൽ തന്നെ നമുക്ക് പോയിട്ട് വരാൻ പറ്റി. നമ്മളിവിടെ ലോട്ടർബാണിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ മുഴുവൻ ഇപ്പോൾ ഈ മഞ്ഞും കാരണം നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൊറൈൻ പോയി കണ്ട് തിരിച്ചു വരുമ്പം അന്തരീക്ഷം ക്ലിയർ ആകുവാണെങ്കിൽ അതാണല്ലോ ബെറ്റർ എന്ന് കരുതി നമ്മൾ നേരെ ഇവിടെ തന്നെ മൊറൈനിലേക്ക് ഈ ഇതുണ്ട് ഫർണിക്കുലർ എന്ന് പറയും, ഒരു പെട്ടി പോലത്തെ സ്ഥാനത്തിൽ കയറി പോകുന്നത്. നമ്മൾ അവിടുന്ന് മുകളിലോട്ട് പതിയെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ഈ കേബിൾ കാർ പോലെ തന്നെയാണ് ഇതും കയറി പോകുന്നത്. ഈ കാണുന്ന രണ്ട് മലകളുടെ ഇടയിലുള്ള സ്ഥലമാണ് ലൗട്ടർബാണൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് മലകളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ചാടി ഇവിടെ ഒരു 72 വെള്ളച്ചാട്ടങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. രണ്ട് മലകളുടെ മുകളിൽ നിറയെ ഐസ് കാണും. ഈ ഐസ് എല്ലാം കൊണ്ട് ഉരുകി ഒലിച്ച് ഇങ്ങനെ അവർ പറയുന്ന വേനൽക്കാലത്ത് പോലും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുവശത്ത് കാണുന്ന ആൽപ്സിൻ്റെ പല കൊടുമുടികളാണ്. അവിടെയെല്ലാം ഇങ്ങനെ വേനൽക്കാലത്ത് ഉരുകി തീരാത്ത ഐസുകൾ ഇഷ്ടംപോലെ ഉണ്ട്, ഹിമാനികളുണ്ട്. അവിടുന്ന് ഏത് വേനൽക്കാലത്ത് നിറയും ഇങ്ങനെ വെള്ളം ഇങ്ങനെ താഴോട്ട് ചാടിക്കൊണ്ടിരിക്കും. ഈ താഴ്വര നമ്മൾ ആസ്വദിക്കുന്നത് മോളിൽ പോയി കണ്ടു വന്നതിന് ശേഷമാണ്. ഇതാണ് ഈ യൂറോപ്പിലെ തന്നെ ഒരു വളരെ കാണാൻ ഭംഗിയുള്ള ഒരു താഴ്വരയാണ് ലൗട്ടർബാണൻ താഴ്വര എന്ന് പറയുന്നത്. ലൗട്ടർബാണിൽ നിന്ന് മൊറൈനിലേക്കുള്ള ഫർണിക്കുലർ യാത്ര സ്വിറ്റ്സർലൻഡിൻ്റെ ഏറ്റവും മനോഹരവും ആവേശകരവുമായ യാത്രാനുഭവങ്ങളിലൊന്നാണ്. ഈ ഹ്രസ്വവും എന്നാൽ ശ്രദ്ധേയവുമായ യാത്ര സ്വിസ് ആൽപ്സിൻ്റെ നാടകീയ സൗന്ദര്യത്തെ അതിൻ്റെ അതുല്യമായ വീക്ഷണകോണിൽ നിന്ന് കാണാൻ അവസരം നൽകുന്നു. ലൗട്ടർബാണൻ്റെ സമൃദ്ധമായ താഴ്വരയുടെ അടിത്തട്ടിൽ നിന്ന് മൊറൈൻ എന്ന ഉയർന്ന ഗ്രാമത്തിലേക്ക് ഫർണിക്കുലർ കയറുമ്പോൾ ഉയർന്ന പർവ്വതനിരകളുടെയും പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെയും ശാന്തമായ പുൽമേടുകളുടെയും വിചിത്രമായ ആൽഫൈൻ ഗ്രാമങ്ങളുടെയും മനോഹര കാഴ്ചകൾ സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ കഴിയും. അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ലൗട്ടർബാണൻ പ്രശസ്തമായ ജംഗ്ഫ്രൗ മാസീഫിൻ്റെ ചുവട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന പാറക്കെട്ടുകളാൽ ചുറ്റപ്പെട്ട ഈ ഗ്രാമം 70-ലധികം വെള്ളച്ചാട്ടങ്ങൾ താഴെയുള്ള താഴ്വരയിലേക്ക് പതിക്കുന്നു. ഇവിടെ ഫർണിക്കുലറിൽ കയറുന്നത് ആൽപ്സിൻ്റെ ഹൃദയത്തിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമാണ്. അവിടെ ഓരോ നിമിഷവും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു. ഫർണിക്കുലർ യാത്ര ഹ്രസ്വകാലമാണെങ്കിലും ലോകത്തിൻ്റെ ഈ ഭാഗത്തെ ആകർഷകമാക്കുന്ന ഗാംഭീര്യമുള്ള പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും മറക്കാനാവാത്ത കാഴ്ച നമ്മൾക്ക് നൽകുന്നു. ഈ കാടുകൾ മരങ്ങൾക്കിടയിലൂടെ വഴികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ മരക്കാടുകൾക്കിടയിലൂടെയാണ് നമ്മുടെ ഈ ഫർണിക്കുലർ മുകളിലോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ലൗട്ടർബാണനിൽ നിന്ന് ഫർണിക്കുലർ കയറ്റം ആരംഭിക്കുമ്പോൾ നമ്മളെ ആദ്യം ആകർഷിക്കുന്ന ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെ അതിമനോഹരമായ സൗന്ദര്യമാണ്. സമൃദ്ധമായ പുൽമേടുകളും ചിതറിക്കിടക്കുന്ന സ്വിസ് ഷാലറ്റുകളുമുള്ള താഴ്വരയുടെ അടിഭാഗം യാത്രയ്ക്ക് ശാന്തമായ ഒരു തുടക്കം നൽകുന്നു. മേഞ്ഞു നടക്കുന്ന പശുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുൽമേടുകൾ എല്ലാ ദിശകളിലേക്കും ആനന്ദമായി നീണ്ടുകിടക്കുന്നതായി തോന്നുന്നു. ഒരു യക്ഷിക്കഥയിലെ എന്തോ ഒന്നുപോലെ തോന്നിപ്പിക്കുന്ന ഒരു ചിത്രപൂർണമായ ദൃശ്യം സൃഷ്ടിക്കുന്നു. ഫർണിക്കുലർ ഉയരത്തിൽ കയറുമ്പോൾ ലൗട്ടർബാണൻ താഴ്വരയുടെ ഉയർന്ന പാറക്കെട്ടുകൾ കാഴ്ചയിൽ വരുന്നു. ഇരുവശത്തും കുത്തനെയുള്ള പാറക്കെട്ടുകൾ കുത്തനെ ഉയരുന്നു. നമ്മൾ കയറുമ്പോൾ ഒരു അത്ഭുത ബോധം സൃഷ്ടിക്കുന്നു. നമ്മൾ മുകളിലേക്ക് അടുക്കുന്തോറും ലാൻഡ്സ്കേപ്പ് സൗമ്യമായ പുൽമേടുകളിൽ നിന്ന് പരുക്കൻ ആൽഫൈൻ ഭൂപ്രദേശത്തേക്ക് മാറുന്നു. സ്വിസ് ആൽപ്സിൻ്റെ മഞ്ഞുമൂടിയ കൊടുമുടികൾ ചക്രവാളത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങുന്നു. വായു കൂടുതൽ ശാന്തവും തണുപ്പുള്ളതുമായി മാറുന്നു. സ്ഥിരമായ വേഗതയിൽ കയറുന്ന ഫർണിക്കുലർ നിങ്ങളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നതായി തോന്നുന്നു. അത് ശാന്തവും ഗംഭീരവുമാണ്. നമ്മളിപ്പോൾ ഫർണിക്കുലറിൽ നിന്നിറങ്ങി
അവിടുത്തെ മൗണ്ടൻ ട്രെയിനിൽ കയറി. ഇവിടുത്തെ ഒരു നിരപ്പായ ചെറിയ കയറ്റമേ ഉള്ളൂ. ഇവിടെ എല്ലാം ഇങ്ങനെ മഞ്ഞ് വീണ് നേരത്തെ മഞ്ഞ് വീണ് കിടക്കുന്നതാണ്. ഒലിച്ച് പോയിട്ടില്ല. അതിങ്ങനെ കട്ടയായിട്ട് കിടക്കുവാണ്. അതാണ് ഈ വെള്ള കളറിൽ കാണുന്നത്. ഫണിക്കുലാർ മൊറൈനിലെ അവസാന ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ കാഴ്ചകൾ കൂടുതൽ മനോഹരമാകും. ലോട്ടർബ്രുണ്ണൻ താഴ്വരയ്ക്ക് മുകളിലായി മൊറൈൻ സ്ഥിതി ചെയ്യുന്നു. ഈഗർ, മോഞ്ച്, ജങ്ഫ്രോ എന്നിവയുൾപ്പെടെയുള്ള ചുറ്റുമുള്ള കൊടുമുടികളുടെ വിശാലമായ കാഴ്ചകൾ വാഗ്ദാനം ചെയ്യുന്നു. പരമ്പരാഗത മരച്ചാലറ്റുകളും ഇടുങ്ങിയ തെരുവുകളുമുള്ള ഈ ഗ്രാമം തന്നെ മനോഹരമായ ഒരു ആൽപൈൻ വാസസ്ഥലമാണ്. കാലക്രമേണ മരവിച്ച ആധുനിക ലോകത്തിൻ്റെ സ്പർശനത്തിന് വിധേയമല്ലാത്ത എന്നാൽ സന്ദർശകർക്ക് ആസ്വദിക്കാൻ എല്ലാ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്ഥലമായി ഇത് അറിയപ്പെടുന്നു. മൊറൈനിൽ നിന്ന് കാഴ്ചകൾ ശരിക്കും അതിശയകരമാണ്. തെളിഞ്ഞ ഒരു ദിവസം ആൽപൈൻ ഭൂപ്രകൃതിയുടെ വിശാലത നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഹിമാനികളും മഞ്ഞുമൂടി കൊടുമുടികളും ആകാശരേഖയെ ആധിപത്യം സ്ഥാപിക്കുന്നു. താഴെയുള്ള പച്ച താഴ്വരകളും പർവ്വത ശിഖരങ്ങളിലെ വെളുത്ത മഞ്ഞും തമ്മിലുള്ള വ്യത്യാസം അതിശയകരമായ ഒരു പ്രഭാവം സൃഷ്ടിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിൻ്റെ അരികിൽ നിൽക്കുന്നതായി തോന്നിക്കുന്നു. നമ്മൾ വിൻ്റർ എഗ് എന്നുള്ള ഒരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. ഇവിടെ ഇത് അങ്ങ് മൊറൈൻ വരെ ഉള്ളൂ ട്രെയിന്. മൊറൈൻ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ട്രെയിൻ ഇല്ല. മൊറൈൻ എന്ന് പറയുന്ന സ്ഥലം ഈ കാറുകൾ യൂസ് ചെയ്യാത്തൊരു സ്ഥലമാണ്. അവിടെ സാധനങ്ങളൊക്കെ മൂവ് ചെയ്യാനുള്ള വണ്ടികളുണ്ട്. ബട്ട് അവിടുത്തെ ആൾക്കാർ കാറുകൾ ഉപയോഗിക്കുന്നില്ല. കാർ രഹിത ഗ്രാമമായിട്ടാണ് മൊറൈൻ അറിയപ്പെടുന്നത്. നമ്മൾ ഈ വീഡിയോ നമ്മൾ ആ മൊറൈൻ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നെത്തുന്ന വരെയുള്ളതാണ്. അതിന് ശേഷം അവിടെ നമ്മൾ മൊറൈൻ ഗ്രാമത്തിലൂടെ നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്ന അടുത്ത വീഡിയോകളിലാണ്. നമ്മൾ പോകുമ്പോഴത്തേനും മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. താഴെയെല്ലാം മുഴുവൻ മഞ്ഞ് മൂടി കോടമഞ്ഞ് താഴെ നിന്ന് ഇങ്ങനെ കയറി വരുവാണ്. നമുക്കൊന്നും കാണാൻ പറ്റിയല്ല. ദൃശ്യങ്ങൾ ക്ലിയർ അല്ല. ഇവിടെ മഴ പെയ്യുന്ന കാണുന്നുണ്ട് നമ്മൾ. ഈ പർവ്വതങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കയറുമ്പം നമുക്ക് ഇത് ക്ലിയർ ആണെങ്കിലേ ഉള്ളൂ നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങി നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അന്തരീക്ഷം ക്ലിയറായി. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ക്ലാരിറ്റിയുള്ള പിക്ചേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് വീണ്ടും കേബിൾ കാറുണ്ട്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് നടന്ന് പോയി അവിടെ നിന്ന് താഴോട്ട് വേറെ ഈ കേബിൾ കാറുണ്ട്. അതിലൂടെ താഴെ ഇറങ്ങി അവിടുന്ന് തിരിച്ച് ലോട്ടർബ്രുണ്ണനിലേക്ക് വരാം. പക്ഷെ ഞങ്ങൾ പോയി അവിടെ കുറേ 2 വഴികളിലൂടെ നടന്ന് നമ്മുടെ ഈ ആൽപ്സിൻ്റെ മുകളിലുള്ള വിവിധ പർവ്വത ശൃംഗങ്ങളുടെ പടങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഈ വഴിയെ തന്നെ തിരിച്ച് താഴെ പോയാണ് ലോട്ടർബ്രുണ്ണൻ കണ്ട് മടങ്ങിയത്. ഈ മരക്കാടുകൾക്കിടയിലൂടെയാണ് ഈ റെയിൽവേയുടെ ലൈൻ കടന്നു പോകുന്നത്. ഇത് മൊറൈനിൽ ചെന്ന് നിൽക്കുകയാണ്. അവിടുന്ന് മുന്നോട്ട് ട്രാക്കില്ല. നമ്മൾ മൊറൈനിലെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ അതിലൂടെ നടന്ന് അവിടെ മുഴുവൻ നിറയെ ഈ ഹോട്ടലുകളാണ്. ഇവിടുന്ന് നേരെ നോക്കിയാൽ ഹോട്ടലുകളുടെ ബാൽക്കണിയിൽ നോക്കിയാൽ ഈ ആൽപ്സിലെ പ്രധാന പർവ്വതങ്ങളുടെ മുകൾ ഭാഗം കാണാൻ പറ്റും. അതൊരു കാണേണ്ട വ്യൂ തന്നെയാണ്. നമുക്കത് കിട്ടിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിലാണ് അതൊക്കെ കാണിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.